ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് വൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു നാസികളെ കുറിച്ചും ഹിറ്റ്ലറിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ NCERT ഫസ്റ്റ് ഒരു കഥയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിയ സമയത്ത് 11 വയസ്സുള്ള ഹെൽമത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ഈ കുട്ടിയുടെ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അവൻ പങ്കുവച്ചൊരു കഥയിൽ അവൻ്റെ ഫാദർ ഒരു പ്രൊമിനന്റ് ഫിസിഷ്യൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നാസികളുടെ കാലഘട്ടത്തിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കെതിരായിട്ടും അതുപോലെ തന്നെ ജ്യൂസിനെതിരായിട്ടും ഒക്കെ അതിക്രൂരമായ നടപടികളായിരുന്നു നാസികളും ഹിറ്റ്ലറും കൂടെ പുറത്തെടുക്കുക. അപ്പോൾ അവരെ എയ്ഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കുറ്റത്തിന് എപ്പോൾ വേണമെങ്കിലും തങ്ങളെ കൊല്ലാം എന്ന് പറയുന്ന ഒരു ഭീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജീവിച്ചിരുന്നത്. കാരണം നാസികൾ പരാജയപ്പെട്ടു. അലൈഡ് പവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അവർ റഷ്യ, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങുന്നവരെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു റിവഞ്ച് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഭയത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഹെൽമത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും വുഡ്സിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയും പാട്ടുകൾ പാടുകയൊക്കെ ചെയ്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ഫാദർ സൂയിസൈഡ് ചെയ്തു. ഹെൽമത്തിന് വലിയൊരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അദ്ദേഹം പിന്നീടുള്ള ഏതാണ്ട് 9 വർഷങ്ങൾ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കാതെ വളരെയധികം പേടിച്ചാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊന്നേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ സൂയിസൈഡ് ചെയ്തതുപോലെ അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ചതുപോലെ തനിക്കൊരു ഫേറ്റ് ഉണ്ടാവുമെന്ന് പറയുന്ന ഒരു പേടി ഈ കുഞ്ഞു മനസ്സിൽ തന്നെ ഉണ്ടാവുകയും അവനിങ്ങനെ ജീവിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കഥ വളരെയധികം പ്രസിദ്ധമാണ്. ഇവിടെ നമ്മൾ ഈ വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് നാസിസം എന്ന് നമ്മളൊന്ന് നോക്കണം. ഈ നാസിസത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ചെയ്തത്. ഹെൽമത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ വലിയൊരു സപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി ഒരു ഗ്ലോബൽ പവറായിട്ട് ഉയർത്തുകയും യൂറോപ്പിനെ മുഴുവൻ കോൺകർ ചെയ്യുകയും എന്ന് പറയുന്ന ഒരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നുകളയുന്നു, യഹൂദരെ കൊന്നുകളയുന്നു, അങ്ങനെ വലിയൊരു റേസിസം അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എന്നതിലുപരി വളരെ വലിയ ഒരു രീതിയിലുള്ള ഒരു മാസ് കില്ലിംഗ് അല്ലെങ്കിൽ മസാക്കറാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയും സ്പെസിഫിക് ആയിട്ടുള്ള ബിലീഫ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഹെൽമത്തിൻ്റെ പിതാവിൻ്റെ ഒരു ആക്ഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തായിരുന്നു നാസിസത്തിൻ്റെ സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ നാസികളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ഒരു ഫിയറും ഗിൽറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജർമ്മനി 1945 മെയ്യിൽ സറണ്ടർ ചെയ്തു. അപ്പോൾ അവർ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമാണ് സറണ്ടർ ചെയ്തത്. അഡോൾഫ് ഹിറ്റ്ലർ അവസാനം സൂയിസൈഡ് ചെയ്തു. അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിരുന്ന ഗീബിൾസും ഫാമിലീസും എല്ലാവരും ഈ പറയുന്ന 1945 ഏപ്രിൽ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ട്രെഞ്ചിലാണ് അവർ അതൊരു ബറാക്കിൽ പോലെ ഒരു സ്ഥലത്ത് അവർ ഇരുന്ന് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനുശേഷം ഈ ജർമ്മനിക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ വലിയ രീതിയിലുണ്ടായി. ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ രൂപീകരിക്കുകയും ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൂടുകയും ഈ നാസികളെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ നാസികൾക്കെതിരായിട്ട് ഈ പറയുന്ന ന്യൂറംബർഗ് ട്രയൽസ് നടക്കുന്നത് ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്രിമിനൽ ക്രൈംസിന് എതിരായിട്ടാണ്. നാസികളുടെ വാറുകൾ പ്രധാനമായിട്ട് ലോക സമാധാനത്തിനെതിരായിട്ട്, അതുപോലെ തന്നെ മനുഷ്യത്വത്തിനെതിരായിട്ട്, ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, ഇങ്ങനെ 2 കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൂടാതെ വാറിന്റെ സമയത്ത് നടന്നിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർ ക്രൈംസും ഉണ്ട്. അതായത് മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഈ പറയുന്ന യഹൂദരെ കൂട്ടക്കൊല ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് റേസിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള വാർ ക്രൈംസ് നടന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ ഈ നാസി അട്രോസിറ്റിക്കെതിരായിട്ട് വലിയ രീതിയിലൊരു ഗ്ലോബൽ മോറൽ ആൻഡ് എത്തിക്കൽ കൺസേൺസ് രൂപപ്പെട്ടു. ഇതാണ് ഈ ട്രയലിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈം എന്ന് പറയുന്നത് ജിനോസൈഡൽ ആയിട്ടുള്ള വാറാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഈ നാസികൾ ശ്രമിച്ചിരുന്നു. സോ ഇതൊരു ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. ഇതിൽ ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന യഹൂദര് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 2 ലക്ഷത്തോളം വരുന്ന ജിപ്സികൾ, 10 ലക്ഷത്തോളം വരുന്ന പോളിഷ് സിവിലിയൻസ്,
70,000-ഓളം വരുന്ന ഈ പറയുന്ന അംഗവൈകല്യമുള്ള ജർമ്മൻസ്, അതുപോലെ തന്നെ ഈ ഹിറ്റ്ലറിന്റെ ഒരു പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ എല്ലാം അദ്ദേഹം വകവരുത്തി കാണിച്ചത്. വലിയ ഗ്യാസ് ചേമ്പറുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഔഷ്വിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ചേമ്പറായിരുന്നു. ഇവിടെ കൊണ്ടുപോവുകയും ഗ്യാസ് തുറന്നു വിട്ട് അവരെ കൊല്ലുകയും ചെയ്യുന്ന, അത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ന്യൂറംബർഗ് വെർഡിക്റ്റ് എന്ന് പറയുന്നത് 11 നാസി ലീഡേഴ്സിനെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അതിനകത്ത് ബാക്കിയുള്ളവരെയെല്ലാം ദീർഘകാലത്തേക്ക് ഈ ഇംപ്രസൺ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനകത്ത് ഒരു തീരുമാനമായി. ഇത്തരത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു എന്താണ് പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ നാസി ക്രൈംസിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് വളരെ ഇൻസഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം വളരെ ചെറിയ രീതിയിൽ, അത് കാരണം ഇത്രയും വലിയ ക്രൈംസ് ചെയ്തിട്ടും ഇത്തരത്തിലുള്ള ശിക്ഷകളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ക്രൈം ചെയ്തിട്ടും ഈ പറയുന്ന ജർമ്മനിയിൽ നാസികളെ ഇത്രയും ഒരു അധികം ഭീകരമായിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു പെസിഫിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഭയന്നിട്ടാണ്. അപ്പോൾ എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇമ്പാക്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അലൈഡ് പവേഴ്സ് ജയിക്കുന്നു, സെൻട്രൽ പവേഴ്സ് തോറ്റുപോകുന്നു. അലൈഡ് പവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ജർമ്മനി ഉണ്ടായിരുന്നു. ജർമ്മനി നമ്മൾ മറ്റ് റഷ്യൻ റവല്യൂഷന്റെ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ഈ ലെനിന്റെ കാലഘട്ടത്തിൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് പിൻവാങ്ങുകയും ജർമ്മനിയായിട്ട് ഒരു ധാരണയിലെത്തുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ അമേരിക്ക, അതുപോലെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങുന്ന രാജ്യങ്ങളുടെ ഒരു അലൈഡ് പവേഴ്സിന് ഒരു വിജയം ലഭിക്കുകയാണ്. ഇവര് ഈ തോറ്റുപോയിട്ടുള്ള ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറി, ഒട്ടോമൻ തുർക്കീസ്, ഇവർക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള ഒരു യുദ്ധക്കുറ്റങ്ങളും ഒരു നടപടികളും എന്ന് പറയുന്നത് ഇവരെ തകർത്ത് നശിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട രീതിയിലേക്ക് അത് മാറുകയുണ്ടായി. സോ ഈ പോസ്റ്റ് വേൾഡ് വാർ 1 എന്ന് പറയുന്നതിന്റെ സെറ്റിൽമെന്റ്സ് അത് സെക്കൻഡ് വേൾഡ് വാറിന് കാരണമായി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഹിറ്റ്ലർ, മുസോളിനി പോലെയുള്ള ഡിക്റ്റേറ്റേഴ്സ് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള സെറ്റിൽമെന്റ്സ് ആണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ചുരുക്കത്തിൽ പറയാം, the core reasons for the second world war was the post world war 1 settlements എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. സോ ഈ പോസ്റ്റ് വേൾഡ് വാർ 1ന്റെ എക്സ്പീരിയൻസ് മുൻനിർത്തി ഒരു വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അവരുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുറ്റക്കാരെ ശിക്ഷിച്ചുകൊണ്ട് ജർമ്മനിയെയും മറ്റു രാജ്യങ്ങളെയും പുനരുദ്ധരിച്ചുകൊണ്ടുമുള്ള ഒരു നയമാണ് ഈ വിജയിച്ച വിഭാഗത്തിൽപ്പെട്ടവർ പിന്തുടർന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്നാണ്. കാരണം ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ ഈ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതായത് എന്തുകൊണ്ട് ഹിറ്റ്ലർ വരുന്നു, എന്തുകൊണ്ട് ഈ ഒരു യുദ്ധം ഉണ്ടാവുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതിൽ ജർമ്മനി ആണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ ഓസ്ട്രിയ ഹംഗറി എന്ന് പറയുന്ന ഒരു രാജ്യവും, അവിടെ ഇതെല്ലാം രാജഭരണ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഒട്ടോമൻ തുർക്കികൾ എന്ന് പറയുന്ന തുർക്കിഷ് ഖലീഫയുടെ നേതൃത്വത്തിലും അവരുമായിട്ട് ചേർന്നിട്ട് ഒരു അലയൻസ് രൂപീകരിച്ചു. അത് സെൻട്രൽ പവേഴ്സ് എന്ന് പറയും. ഈ ഒരു ഗ്രൂപ്പ് അലൈഡ് പവേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, അതുകൂടാതെ നമ്മളുടെ ഈ പറയുന്ന ബ്രിട്ടനും വരുന്നുണ്ട്. ഇവർക്കെതിരായിട്ട് വലിയൊരു യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആദ്യ സമയത്ത് ഈ പറയുന്ന ജർമ്മനി എന്ന് പറയുന്ന ആ ഒരു എംപയർ ഈ ഫ്രാൻസും ബെൽജിയം പോലെയുള്ള വലിയ ശക്തികളെ കീഴടക്കി ആ വലിയ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു. പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോടുകൂടി യൂറോപ്പിന്റെ റിസോഴ്സസ് ഒന്നടങ്കം ഇല്ലാതാന്ന് കാണാം. കാരണം ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് ഭാഗത്തും വലിയ പ്രശ്നങ്ങളാണ്, ഒരുപാട് ആൾനാശം ഉണ്ടാകുന്നു. ഈ വാർ എഫേർട്ടിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ എക്സ്പെൻസുകളൊക്കെ ചിലവായിട്ട് യൂറോപ്പ് മൊത്തത്തിൽ ഒരു ഇക്കോണമിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ആ സമയത്താണ് 1917 അമേരിക്ക ഈ പറയുന്ന യുദ്ധത്തിൽ ഇടപെടുന്നത്. അതോടുകൂടി ഈ വാറ് വലിയ രീതിയിൽ മാറുകയും
ജർമ്മനിയുടെ പരാജയത്തിലേക്ക് 1918 നവംബറിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് വെയ്മാർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം സംഭവിക്കുന്നത്. ഇവിടെ ഇമ്പീരിയൽ ജർമ്മനി അവർ എന്ത് ചെയ്തു, ജർമ്മനിയുടെ എംപയർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഇല്ലാതായി, സാമ്രാജ്യം ഇല്ലാതായി, രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി അബ്ഡിക്കേറ്റ് ചെയ്യുന്നു. പകരം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു നാഷണൽ അസംബ്ലി വെയ്മാറിൽ ഒത്തുകൂടുകയും ഒരു ഫെഡറൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് അവിടെ ഒരു 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 റേഷ്ടാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ഇതൊരു ഈക്വൽ ആൻഡ് യൂണിവേഴ്സൽ സഫ്രേജിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് സംവിധാനമാണ്. ഇതിനുശേഷം 1919 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ട്രീറ്റി ഓഫ് വെർസൈലസ് എന്ന് പറയുന്ന വളരെ ഇൻഫേമസ് ആയിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റി സംഭവിക്കുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ അലൈഡ് പവേഴ്സ് തോറ്റുപോയ സെൻട്രൽ പവേഴ്സിന് മുകളിൽ ചാർത്തി കൊടുത്ത പല പിഴകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ തലയിലേക്ക് വെച്ച് കിട്ടുകയാണ്. ഇത്തരത്തിൽ വളരെ ഹാഷ് ആയിട്ടുള്ള ടേംസ് ആണ് ജർമ്മനിക്കെതിരെ വെർസൈലസ് ട്രീറ്റിയിൽ സംഭവിക്കുന്നത്. ഏതാണ്ട് ടെറിട്ടറിയുടെ 13% ലോസ്റ്റായി, അപ്പോൾ അത് പോപ്പുലേഷൻ്റെ 10% ഇല്ലാതായി. അയൺ മിനറൽസിൻ്റെ ഒരു 70% അലൈഡ് പവേഴ്സായിട്ട് പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രിട്ടനും കൂടെ പങ്കിട്ടെടുത്തു. 26% കോൾ മിനറൽസ് ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക്, ലിത്വാനിയ തുടങ്ങുന്ന രാജ്യങ്ങൾ പങ്കിട്ടെടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ജർമ്മനിയെ ടോട്ടലി റെസ്പോൺസിബിൾ ഫോർ ദ വാറായിട്ട് അവരുടെ അക്യൂസ് ചെയ്യുകയും ഈ യുദ്ധ ചെലവുകളുടെ ഭാഗമായിട്ടാണ്ട് 6 ബില്യൺ യൂറോസ് റിപ്പാറേഷൻസ് ആയിട്ട് അവരുടെ മുകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്ന് പറയാൻ അതിഭീകരമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. ഈ അടുത്ത അനേക വർഷങ്ങളോളം ഈ എമൗണ്ട് കുറേശ്ശെയായിട്ട് ഫ്രാൻസിനും അതുപോലെ തന്നെ ബ്രിട്ടനും ഇങ്ങനെ ജർമ്മനി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ യൂറോപ്പിന്റെ റിസോഴ്സസ് ഒക്കെ ഡ്രെയിൻ ഔട്ട് ആയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഫ്രാൻസ് വലിയ രീതിയിൽ, അതുപോലെ തന്നെ ജർമ്മനി വലിയ രീതിയിൽ അമേരിക്കയിൽ നിന്നും ലോണുകൾ കടമെടുത്തിട്ടുണ്ട്. ഈ എമൗണ്ട് ഈ ജർമ്മനിയിൽ നിന്നും പിരിച്ച് എടുത്തിട്ട് വേണം ഫ്രാൻസിന് അമേരിക്കയ്ക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റൈൻലാൻഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രദേശം അലൈഡ് പവേഴ്സ് പിടിച്ചെടുക്കുകയും സ്ട്രാറ്റജിക് ആയിട്ടാണെങ്കിലും അവരുടെ ഒരു ഹാർട്ട് ലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ റൈൻലാൻഡിനെ പറയാം. ഈ ജർമ്മനിയെ ഡീമിലിറ്ററൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർക്ക് പട്ടാളമില്ല, സ്വന്തമായിട്ട് വെപ്പൺസ് ഇല്ല. അങ്ങനെ ടോട്ടലി ഈ ജർമ്മനിയുടെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഒരു എഗ്രിമെന്റ്സ് ആണ് വെർസൈലസ് ട്രീറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വെയ്മാർ റിപ്പബ്ലിക്കിന്റെ ഈ ഒരു നിലപാട്, അതായത് ഈ ഒരു ട്രീറ്റിയിൽ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആണ്. അതിൽ ഒപ്പുവെച്ചത് വലിയ രീതിയിൽ വെയ്മാർ റിപ്പബ്ലിക്കിനെ ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിൽ അവരെ ചിത്രീകരിക്കുകയുണ്ടായി. ഇവിടെ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റീസ് ആണ് വെർസൈലസ് ട്രീറ്റി എന്ന് പറയുന്നു. വലിയ ഹാഷ് പെനാൽറ്റീസും അതുപോലെ തന്നെയുള്ള ഇക്കോണമിക് ആൻഡ് സോഷ്യൽ അൺട്രസ്റ്റും ഈ ജർമ്മനിയിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. നമുക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ അറിയാം ജർമ്മനിയുടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇവർ പിടിച്ചെടുത്തത്. അവസാനം ജർമ്മനിയാണ് റൈൻലാൻഡൊക്കെ ഇവരിങ്ങനെ പിടിച്ചെടുക്കുന്നു, ഈ പ്രദേശങ്ങൾ ഇവർ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഇവർ ടെറിട്ടറി മുഴുവൻ ഇവർ പങ്കെടുത്തത്. ഇനി എന്തൊക്കെ രീതിയിലാണ് ഇവർ തകർന്ന് തരിപ്പണമായത്? ഒന്ന്, ജർമ്മനിയുടെ ഓവർസീസ് കോളനികൾ മുഴുവൻ ഫ്രാൻസും ജർമ്മനിയും കൂടെ പിടിച്ചെടുക്കുകയാണ്. ഏതാണ്ട് 13% വരുന്ന ഇതിൻ്റെ ടോട്ടൽ ടെറിട്ടറീസും ഇവർ പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്. ഇനി അലൈഡ് പവേഴ്സ് ജർമ്മനിയെ വീക്കൻ ചെയ്യാൻ വേണ്ടി ഡീമിലിറ്ററൈസ് ചെയ്യുകയും എല്ലാ തരത്തിലുമുള്ള അവരെ സാമ്പത്തികമായിട്ടും മിലിറ്ററിയിലും അവരെ തകർത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. ഈ റൈൻലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ലാൻഡാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം 1920 കൂടി അലൈഡ് പവേഴ്സ് പ്രത്യേകിച്ച് ഫ്രാൻസും ബ്രിട്ടനും കൂടെ ചേർന്നിട്ട് പിടിച്ചെടുക്കുകയും ഇവിടെ നിന്നുള്ള മാക്സിമം മിനറൽസ് അവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയൊക്കെ എതിരായിട്ട് വലിയ രീതിയിൽ ജനരോഷം ഉയരുകയും വെയ്മാർ റിപ്പബ്ലിക്ക് ആണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഏതൊക്കെ തരത്തിലുള്ള എഫക്ട്സ് ആണ് ഈ ഒന്നാം ലോക മഹായുദ്ധവും അതിനൊക്കെ ശേഷമുള്ള ഈ വെർസൈലസ് ട്രീറ്റിയും സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മളൊരു 3 ഹെഡിൽ വേണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി. സൈക്കോളജിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിവാസ്റ്റേഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്. ഈ 3 രീതിയിൽ നമ്മൾ നോക്കാം. ഇതിൽ നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ ജർമ്മൻ പ്രൈഡിനെ തകർത്ത് കളഞ്ഞ ഒന്നാണ്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. യൂറോപ്പിലെ ആ ഒരു എൻ്റയർ കോർണറിലെ ഏറ്റവും വലിയ ഈ പറയുന്ന സാമ്പത്തിക ശക്തി 1-2 വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കടക്കാരായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 6 ബില്യൺ യൂറോ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ഒരു എമൗണ്ട് ഇവർ
വർഷം കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് വരികയാണ്. ഫിനാൻഷ്യലി ക്രിപ്പിൾഡായിട്ട് അതിഭീകരമായിട്ടുള്ള റിപ്പാറേഷനാണ് വെയ്മാർ റിപ്പബ്ലിക് ഒപ്പുവെച്ചത്. രണ്ടാമതായിട്ട് പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് സംഭവിക്കുന്നു. പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ചേഞ്ചസ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെയ്മാർ റിപ്പബ്ലിക്കിന്റെ വലിയ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റുകൾ, അതുപോലെ തന്നെ കാത്തലിക്സ്, ഡെമോക്രാറ്റ്സ് തുടങ്ങുന്ന ആൾക്കാരാണ്. ഇവിടെ കൺസർവേറ്റീവ് നാഷണലിസ്റ്റുകൾ ഇവരെ വിളിക്കുന്നത് നവംബർ ക്രിമിനൽസ് എന്നാണ്. ഈ നവംബർ ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിപ്ലവം പോലെ ഒരു സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവർ ചേർന്നിട്ട് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വെയ്മാർ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു അപ്രൈസിങ് അവർ നടത്തുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഇത് ചിതറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഹോസ്റ്റിലിറ്റി കാര്യമായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് സോഷ്യോ പൊളിറ്റിക്കൽ ഇമ്പാക്ട് അക്രോസ് യൂറോപ്പാണ്. യൂറോപ്പിന്റെ ആകമാന സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഫിയറും അവിടെ മാറി മറിയുകയാണ്. സോൾജേഴ്സിനെ വളരെ അഗ്രസീവായിട്ട് മസ്കുലിനായിട്ട് ചിത്രീകരിക്കുകയും അതേസമയത്ത് ട്രെഞ്ച് ലൈഫ് എന്ന് പറയുന്നത് മിസറബിളും ബ്രൂട്ടലുമായിട്ട് അവർ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. ഒരേ സമയത്ത് നമുക്ക് വാർ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും. വാർ ഹീറോസിനെ വാഴ്ത്തി പാടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക ചിന്ത ഒരു കൺസർവേറ്റീവ് ഡിക്റ്റേറ്റർഷിപ്പിനുള്ള എല്ലാ കളവോടെ ഒരുക്കുകയാണ്. ഡെമോക്രസിക്ക് വലിയൊരു ആഘാതം സാമൂഹികമായിട്ട്, സൈക്കോളജിക്കലായിട്ട്, സാമൂഹികപരമായിട്ട് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവാർ പീരീഡ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഡിക്റ്റേറ്റർഷിപ്പിന്റെ എല്ലാ രീതിയിലുള്ള ഒരു സാമൂഹിക പരിസ്ഥിതി അവിടെ ഉടലെടുക്കുകയാണ്. ഇവിടെ നമ്മളിനി പൊളിറ്റിക്കൽ റാഡിക്കലിസവും അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസിന്റെയും കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കാം. ഏതാണ്ട് 4 ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഇന്റർവാർ പീരീഡിലെ പൊളിറ്റിക്കൽ റാഡിക്കലിസത്തിന്റെയും അതുപോലെ തന്നെ ഇക്കോണമിക് ആയിട്ടുള്ള ക്രൈസിസിന്റെയും ഒരു ചരിത്രം നമ്മൾ നോക്കേണ്ടത്. സ്പാർട്ടസിസ്റ്റ് അപ്രൈസിങ് എന്ന് പറയുന്ന ഒരു അപ്രൈസിങ് ഈ ഒരു പോസ്റ്റ് വേൾഡ് വാർ 1 സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഈ സ്പാർട്ടസിസ്റ്റ് അപ്രൈസിങ്ങിന്റെ ഭാഗമായിട്ടാണ് വെയ്മാർ റിപ്പബ്ലിക് ഉടലെടുക്കുന്നത്. റഷ്യയിലെ ബോൾഷെവിക് റവല്യൂഷന് തുല്യമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു റവല്യൂഷൻ സംഭവിച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് റെജീം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിന്റെയും സിവിലീസിന്റെയും സോവിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റഷ്യൻ റവല്യൂഷൻ പഠിച്ചതുപോലെ അസംബ്ലീസ് ആണ്. അത് പല സിറ്റികളിലും രൂപീകരിക്കപ്പെടുന്നു. സോവിയറ്റ് സ്റ്റൈൽ ഓഫ് ഗവർണൻസ് പലയിടത്തും എസ്റ്റാബ്ലിഷ് ആകപ്പെടുന്നു. ഈ അപ്രൈസിങ്സിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് അപ്രൈസിങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒപ്പോണൻസ് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ, അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സ്, കാത്തലിക്സ് തുടങ്ങുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവര് ചേർന്നിട്ട് ഇവർക്കെതിരായിട്ട് ഈ ജർമ്മനിയിലെ സോവിയറ്റുകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവസാനം ഒരു റിപ്പബ്ലിക് രൂപീകരിക്കുകയാണ്. ഇതാണ് വെയ്മാർ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇവര് ഈ ഒരു റിവോൾട്ടിനെ ക്രഷ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ വെറ്ററൻ വാർ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ ഫ്രീ ക്രോപ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പട്ടാളത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ സ്പാർട്ടസിസ്റ്റ് അവർ അടിച്ചമർത്തപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും അവർ വലിയൊരു പൊളിറ്റിക്കൽ ശക്തിയായിട്ട് ജർമ്മനിയിൽ രൂപാന്തരം കൊള്ളുകയും ചെയ്തു. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും തമ്മിലുള്ള വലിയൊരു ശത്രുത ജർമ്മനിയിൽ ഉടലെടുക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 1923 വലിയ രീതിയിലുള്ള എക്കോണമിക് ക്രൈസിസ് ഈ ലോകത്തെമ്പാടും ഉടലെടുക്കുന്നുണ്ട്. ഈ എക്കോണമിക് ക്രൈസിസിന്റെ സമയത്ത് ജർമ്മനി ഓൾറെഡി റിപ്പാറേഷൻസ് കൊടുക്കണം, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്, മിലിറ്ററി ഇല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വെഴ്സലി ട്രീറ്റി വരെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇക്കോണമി വീണ്ടും വീക്കാകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാർ റിപ്പാറേഷനും മറ്റ് പ്രശ്നങ്ങൾക്കും, അതായത് വാറിന്റെ സമയത്തും ഒക്കെ ആയിട്ട് അവരെടുത്തിട്ടുള്ള ലോണുകൾ തിരിച്ചടയ്ക്കുന്നതിന് അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ വളരെ സിവിയറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റീസിലൂടെയാണ് ഈ ജർമ്മനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫ്രാൻസിനാണ് പ്രധാനമായിട്ട് ഈ ജർമ്മനി പൈസ കൊടുക്കുന്നത്. കാരണം ഈ ഫ്രാൻസിന് കൊടുക്കുന്നു, ഫ്രാൻസ് അത് അവരുടെ ലോണുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എടുത്തിട്ടുള്ള അമേരിക്കയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ലോണുകളിൽ അമേരിക്കയ്ക്ക് വേണ്ടി അടയ്ക്കുകയാണ് ചെയ്യുന്നത്. 1923 അതിഭീകരമായിട്ടുള്ള ഇക്കണോമിക് ക്രൈസിസിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജർമ്മനി ഫ്രാൻസിന് ഈ റിപ്പാറേഷൻസ് കൊടുക്കാൻ വേണ്ടി വിസമ്മതിക്കുകയാണ്. അതോടുകൂടി ജർമ്മൻ പട്ടാളം, ഫ്രഞ്ച് പട്ടാളം ജർമ്മനിയിലേക്ക് വരികയും റുഫർ എന്ന് പറയുന്ന വളരെ കീ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ പിടിച്ചെടുക്കുകയും അവിടുന്ന് മിനറൽസും മറ്റു കാര്യങ്ങളും എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇത്
ജർമ്മനിക്ക് സ്വന്തമായിട്ടൊരു ആർമി ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും തടയാനും സാധിക്കുന്നില്ല. ഇതിനെതിരായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ട് ജർമ്മനി അവരുടെ രാജ്യത്ത് വളരെ എക്സസീവായിട്ടുള്ള പേപ്പർ കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അതിഭീകരമായിട്ടുള്ള ഒരു ഹൈപ്പർ ഇൻഫ്ലേഷനിലേക്ക് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിഭീകരമായിട്ടുള്ളൊരു പണപ്പെരുപ്പമാണ്. ഇവിടെ ജർമ്മൻ മാർക്ക് എന്ന് പറയുന്ന അവിടുത്തെ കറൻസിയാണ്. അതിന്റെ വാല്യൂ വളരെ ഡ്രാമാറ്റിക്കലായിട്ട് കൊളാപ്സ്ഡ് ആവുന്നു. പ്രൈസസ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് ഉയരുന്നു. വളരെ ഭീകരമായിട്ടുള്ള ഒരു വൈഡ് സ്പ്രെഡ് സഫറിങ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ ക്രൈസിസ് അതിഭീകരമായിട്ട് മൂർച്ഛിച്ചതോടുകൂടി ഈ ജർമ്മൻ മാർക്കിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ട്രില്യൻസിന്റെ ഒരു ഇടിവാണ് അതിന്റെ ഒരു മൂല്യത്തിൽ ഉണ്ടാകുന്നത്. സോ ഒരു ബ്രെഡ് വാങ്ങിക്കാൻ തന്നെ ഇത്ര മില്യൺ ഈ പറയുന്ന ഈ ഒരു മാർക്സ് വേണം എന്നുള്ള അവസ്ഥയിലേക്ക് ഡിസംബർ 1923 ആകുമ്പോഴത്തേക്ക് ഇത് അവസാനിക്കുകയാണ്. സോ ഒരു ജർമ്മൻകാര് ഒരു കാർട്ട്ലോഡ്, അതായത് വലിയൊരു കാളവണ്ടി നിറയെ മണിയുമായിട്ട് ഒരു ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ചിത്രം ഈ ഒരു ക്രൈസിസിന്റെ സിംബോളിസമായിട്ട് ആ കാലത്ത് വലിയ രീതിയിൽ പ്രചരിച്ചാണ്. കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷന്റെ സമയത്ത് അമേരിക്ക അവിടെ ഇടപെടുകയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ ഫ്രാൻസിൽ നിന്നും പൈസ കിട്ടണം, അതുപോലെ തന്നെ റിപ്പാറേഷൻസ് ഇവർ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ യൂറോപ്പിൽ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി സ്വാഭാവികമായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. സോ അമേരിക്ക ഡോസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ അത് മുന്നോട്ട് വയ്ക്കുകയാണ്. ജർമ്മനിയെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ജർമ്മനിയുടെ ഈ റിപ്പാറേഷൻസ് പേയ്മെന്റിനെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലാതായിക്കൊണ്ട് ഇക്കോണമിക്ക് ഒരു സ്റ്റെബിലൈസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടുവരികയും ആ സ്റ്റെബിലിറ്റിയുടെ ബേസിൽ ഇവരിൽ നിന്ന് റിപ്പാറേഷൻസ് പിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡോസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഇക്കോണമിക് പ്ലാന്റെ ഉദ്ദേശം. ഇനി ഈ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെ ടെമ്പററി ആയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ജർമ്മനിക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന കാലഘട്ടമായിരുന്നു. 1924 തൊട്ട് 1928 വരെയുള്ള കാലഘട്ടത്തിൽ ജർമ്മനിയുടെ ഇക്കോണമി വീണ്ടും റിക്കവർ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഡോസ് പ്ലാൻ ബേസ് ചെയ്ത് യുഎസിന്റെ ഷോർട്ട് ടേം ലോൺസ് ഇവരെ ഈ ഇക്കോണമിയെ വീണ്ടും പിടിച്ചു വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഏറ്റവും അവസാനം തകരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അതാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ക്രാഷ് ഓഫ് 1929 ബേസ് ചെയ്തിട്ടാണ് ഒരു വലിയ കൊളാപ്സ് അവിടെ ഇക്കോണമിയിൽ സംഭവിക്കുന്നത്. അമേരിക്കയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ വ്യാപിച്ച വലിയ ഇക്കോണമിക് ഡിപ്രഷൻ ആയിരുന്നു ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് അമേരിക്കയുടെ ഡോസ് പ്ലാൻ അല്ലെങ്കിൽ ഷോർട്ട് ലോൺസിനെ ബേസ് ചെയ്തിട്ട് ഇക്കോണമി റിക്കവർ ചെയ്തുകൊണ്ടിരുന്ന ജർമ്മൻകാർക്കും അതിഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി. ഈ ഗ്ലോബൽ ഇമ്പാക്റ്റ് അത് ജർമ്മനിയെ കാര്യമായിട്ട് സ്വാധീനിക്കുകയുണ്ടായി. അമേരിക്കയും അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പുമാണ് ഇക്കോണമിയുടെ വലിയൊരു ഭാഗവും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരാണ് ഒരു ഇക്കോണമിക് സെന്റർ എന്ന് പറയുന്നത്, ഗ്ലോബൽ ഇക്കോണമിയുടെ സെന്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന പകുതിയായിട്ട് താഴുകയും ഫാക്ടറീസ് ഷട്ട് ഡൗൺ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയതോടുകൂടി ഈ ഒരു ഇമ്പാക്റ്റ് ലോകം മുഴുവൻ കാര്യമായിട്ട് വ്യാപിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹാർഡസ്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നത് ജർമ്മനിയാണ്. ജർമ്മനി 1932 കൂടി വീണ്ടും തകർന്ന് തരിപ്പണമാകുകയാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 40% അത് കുറഞ്ഞു പോകുന്നു. 1929 നിന്ന് നേരെ ഒരു ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. 60 ലക്ഷത്തോളം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആവുന്നു. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ശമ്പളങ്ങളിൽ വലിയ റിഡക്ഷൻ ഉണ്ടാവുന്നു. വലിയ രീതിയിലുള്ള ജോബ് സീക്കേഴ്സ് വരുന്നു. ഈ യൂത്തായിട്ടുള്ള ആൾക്കാർ ഇവരെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോവുകയും സാമൂഹ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കണം. ഈ ഇക്കോണമിക്കായിട്ടുള്ള ആ ഒരു ഡിപ്രഷന്റെ ആ ഒരു വലിയ പ്രശ്നങ്ങളാണ് വലിയ രീതിയിലുള്ള സോഷ്യൽ കോൺസിക്വൻസസിലേക്ക് ഇവരെ നയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മിഡിൽ ക്ലാസ്സിൽ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസും പെൻഷനേഴ്സും ഈ കറൻസിയുടെ ഡിവാലുവേഷൻ ഇതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കറൻസി ഡിവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ അവരുടെ സേവിങ്സ് വൈപ്പ് ഔട്ട് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കറൻസിയുടെ ഡിവാലുവേഷൻ സ്വാഭാവികമായിട്ട് സേവിങ്സിനെ ഡയറക്റ്റ് ബാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സസ്, റീറ്റെയിൽസ് തുടങ്ങുന്ന ആൾക്കാർക്ക് അതിഭീകരമായിട്ടുള്ള വരുമാനമൊന്നും കിട്ടാത്തവരാണ്. അവർ സ്വാഭാവികമായിട്ടും തകരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വർക്കിംഗ് ക്ലാസിൻ്റെയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും ഒരു തകർച്ച തന്നെ, അല്ലെങ്കിൽ അവരിൽ നിന്ന് വലിയൊരു എമൗണ്ട് കിട്ടില്ല എന്നുള്ള ആ ഒരു ഫിയർ
ഈ പറയുന്ന ബിസിനസ്സുകാരെയും മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരെയും തകർക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളി കർഷകർക്കൊക്കെ ഏതാനും അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള അതേ വിഷയങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് കാര്യമായിട്ടുള്ള വില കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും വില കിട്ടാതാകുമ്പോഴത്തേക്ക് ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് നശിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അഗ്രികൾച്ചർ വേസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ വലിയ രീതിയിൽ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും റൂറൽ ഇക്കോണമി തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും കൂടാതെ ഇനി നമ്മൾ ഈ സോഷ്യൽ ഇമ്പാക്റ്റ് കൂടാതെ പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചും കൂടെ നമ്മൾ നോക്കാം. ഇവിടെ ഈ പറയുന്ന ഇക്കോണമിക് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അതിൻ്റെ ഈ സോഷ്യൽ കോൺസിക്വൻസും നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. 1919 വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണെങ്കിലും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരിൽ ഒരു മെജോറിറ്റി, അതായത് ഇപ്പോൾ ഒരു 30% വോട്ട് കിട്ടുന്നവർക്ക് 30% സീറ്റ്, 50% കിട്ടുന്നവർക്ക് 50% സീറ്റ്, ഇങ്ങനെയുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ജനാധിപത്യ രീതിയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു റെപ്രസെൻറ്റേഷനിൽ പലപ്പോഴും കോയാലിഷൻ ഗവൺമെന്റ്സ് ആണ് രൂപീകരിക്കപ്പെടുക. ഏറ്റവും വലിയ ഭരണകക്ഷി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു കോയാലിഷൻ ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗവൺമെന്റ് ഒരു ഇൻസ്റ്റെബിലിറ്റി രൂപപ്പെടും. അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോയാലിഷൻ ഗവൺമെന്റ്സ് ഇവിടെ രൂപപ്പെടുകയാണ്. ഇതൊന്നും കൂടാതെയാണ് ആർട്ടിക്കിൾ 48ന്റെ ഉപയോഗം. ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത് പ്രസിഡന്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു പവർ കൊടുക്കുന്നുണ്ട്, ദ ഡിക്ലെയർ ആൻ എമർജൻസി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഈ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ പറയുന്ന പ്രസിഡന്റ് ഈ എമർജൻസി പ്രൊവിഷനൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് പ്രസിഡന്റിന് പൂർണ്ണമായിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സ് അത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു ഡിഗ്രിയിൽ ഈ പറയുന്ന പ്രസിഡന്റ് നേരിട്ട് ഭരിക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഡെമോക്രാറ്റിക് ഗവേണൻസിനെ പലപ്പോഴും വീക്കൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് ഈ ഡെമോക്രസിയോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കാരണം വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോയാലിഷൻ ഗവൺമെന്റ്സിന്റെ ഒരു പശ്ചാത്തലത്തിൽ, അത് പ്രത്യേകിച്ച് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ്റെ ഒരു പശ്ചാത്തലമാണ് അവിടെ. ഇവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ കാരണം അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോയാലിഷൻ ഗവൺമെന്റ്സ് ഉണ്ടാകുമ്പോൾ ഒന്നിന് പകരം വേറൊന്നായിട്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഈ പറയുന്ന ഈ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ പാർലമെന്റ് ഗവൺമെന്റും ഒക്കെ രൂപീകരിക്കപ്പെടുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഓരോ ഗവൺമെന്റും അല്ലെങ്കിൽ ക്യാബിനറ്റും മാറുന്ന സമയത്തും ഒക്കെ ഈ പ്രസിഡന്റിന് തന്റെ ഈ എമർജൻസി പവർ ഉപയോഗിക്കാനായിട്ട് വരുന്നു. എമർജൻസി പവർ ഉപയോഗിക്കുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഡെമോക്രസിയോടുള്ള ഒരു വലിയ ഒരു താല്പര്യക്കുറവ് ജനങ്ങൾക്കിടയിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെയ്മാർ റിപ്പബ്ലിക്ക് ഏതാണ്ട് 20 ഡിഫറെന്റ് ക്യാബിനറ്റ്സ് 239 ഡേയ്സിനിടയിൽ അവിടെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ലിബറൽസിന്റെ ഒരു ആർട്ടിക്കിൾ 48ന്റെ ഉപയോഗം ഒരു എഫക്റ്റീവ് ഗവേണൻസ് ഇല്ലാതാക്കിയെന്ന് കാണാം. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഡെമോക്രാറ്റിക് പാർലമെന്ററി സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് എതിർത്തുകൊണ്ട് അത് ഇൻഎഫക്റ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു പബ്ലിക് കൺസേൺസിലേക്ക് എത്തുകയാണ്. ഈ ഒരു കൺസേൺസ് ആണ് നമുക്ക് ഈ ഡിക്റ്റേറ്റർഷിപ്പിനോടുള്ള ഒരു ജനങ്ങളുടെ ഒരു പിന്തുണ വർദ്ധിക്കുന്നതിന് ഒരു അടിസ്ഥാന കാരണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഹിറ്റ്ലറിന്റെ ആ ഒരു റൈസ് ടു പവർ എന്താണെന്ന് നോക്കാം. 1889 ഓസ്ട്രിയ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ആ ഒരു രാജ്യത്തിലാണ് വളരെയധികം ദാരിദ്ര്യത്തിൽ ഹിറ്റ്ലർ ജനിക്കുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് വളർന്ന് ഒരു വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കുറേ ശ്രമങ്ങളൊക്കെ നടത്തി. അദ്ദേഹം ചെറുപ്പകാലത്ത് ഒരു പെയിന്റർ ആകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയൊക്കെയാണ്. ഇവിടെ ആ കാലഘട്ടത്തിലെ ജർമ്മനിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് വലിയ രീതിയിൽ യഹൂദ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മെർച്ചൻസിന്റെയും ബിസിനസ്സുകാരുടെയും ഒരു ഡൊമിനൻസിന്റെ ഇടയിലാണ് അവർ വളരുന്നത്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജർമ്മൻകാരുടെ അവരുടെ വംശജരുടെ മറ്റൊരു രാജ്യമാണ് ഈ പറയുന്ന ഓസ്ട്രിയ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ വലുതാകുമ്പോൾ അദ്ദേഹം 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അദ്ദേഹം ഒരു മെസ്സഞ്ചറായിട്ട് ഒരു പട്ടാളത്തിന്റെ സൈന്യത്തിലെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് മെസ്സേജസ് കൊടുക്കുന്ന ഒരു ജോലിക്കാരനായിട്ട് അദ്ദേഹം എൻറോൾ ചെയ്യുകയും
സാവധാനം മിലിറ്ററിയുടെ ഓരോരോ തലങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നു വന്ന് ബ്രേവറിക്ക് വലിയ മെഡൽസ് ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തി എന്നുള്ള നിലയിൽ വേഴ്സലി ട്രീറ്റിയിൽ ഈ പറയുന്ന ജർമ്മനിക്കുണ്ടായ നാണക്കേടും മറ്റു പ്രശ്നങ്ങളും അദ്ദേഹത്തെ വലിയ ഡീപ്പായിട്ട് അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1919 ഹിറ്റ്ലർ ജർമ്മൻസ് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. ഇത് പിൽക്കാലത്ത് അദ്ദേഹം ഒരു വലിയ നേതാവായിട്ട് ഉയർന്നു വന്നുകൊണ്ട് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് എന്ന് പറയുന്ന വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പേരിൽ അതിനെ പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പിന്നീട് നാസി പാർട്ടി എന്ന് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ട ആ ഒരു പാർട്ടി. ഇവിടെ ഓൾറെഡി നമ്മളിവിടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈ വെയ്മാർ എന്താണ് ഒരു റിപ്പബ്ലിക്കിനെതിരായിട്ടുള്ള ജനറേഷൻ ഡെവലപ്പ് ചെയ്യുന്നു, ഇക്കോണമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഈ നാസി പാർട്ടിയുടെ അവരും ഈ പറയുന്ന ഭരണതലത്തിനെതിരായിട്ട് മാറുന്നുണ്ട്. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഒക്കെ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ ആ സമയത്താണ് 1923 ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബവേറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നാസി പാർട്ടിയുടെ അട്ടിമറിക്ക് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഫെയിലായിപ്പോയി. അദ്ദേഹം അറസ്റ്റഡായി. രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹം ജയിലിലാകുകയും ചെയ്തു. ഇവിടെ നാസി പാർട്ടി ഈ വലിയ ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് 1928 ശേഷം നമ്മൾ പറഞ്ഞ പോലെ ഡേവ്സ് പ്ലാൻസിന് ശേഷം ഡിപ്രഷന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഒരു സപ്പോർട്ട് പബ്ലിക്കിൽ നിന്നും അവർക്ക് ലഭിക്കുകയാണ്. ഇതിന് കാരണം വെയ്മാർ റിപ്പബ്ലിക്കിനോടുള്ള ഒരു എതിർപ്പും ഈ ഇക്കണോമിക് ആയിട്ടുള്ള ഡിസ്ട്രസിന്റെ പ്രശ്നങ്ങളും അൺഎംപ്ലോയ്മെന്റും ഒക്കെയാണ്. ഇവിടെ ഈ നാസി പാർട്ടിയുടെ ഗ്രോത്തിൽ അൺഎംപ്ലോയ്മെന്റിനും അതുപോലെ തന്നെ പോവർട്ടിക്കും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരങ്ങനെ നാസി പാർട്ടിയുടെ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന അവരുടെ ഒരു അജണ്ടയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ, ജനകീയ പിന്തുണ ലഭിക്കുകയാണ്. 1928 2.6% മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഈ പറയുന്ന നാസി പാർട്ടി 1932 ഈ പറയുന്ന നമ്മുടെ ഇക്കണോമിക് ഡിപ്രഷന്റെ സമയത്ത് 37% വോട്ട് ഷെയർ ഉള്ള ലാർജസ്റ്റ് പാർട്ടിയായിട്ട് മാറുകയാണ്. ഈ സമയത്ത് ഹിറ്റ്ലർ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ഉയർന്നു. അദ്ദേഹത്തിന്റെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡർഷിപ്പ്, പ്രധാനമായിട്ട് ആളുകളെ കയ്യിലെടുക്കുന്ന സ്പീച്ചസും വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന സ്പീച്ചസും ഒക്കെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം സൈക്കോളജിക്കലായിട്ട് സാമൂഹികപരമായിട്ട് ഒരു വലിയ രീതിയിൽ ജർമ്മൻകാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേഴ്സലി ട്രീറ്റിയിൽ സംഭവിച്ചിട്ടുള്ള വളരെ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന പല കാര്യങ്ങളെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ സ്പീച്ചസിന് സാധിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഹിറ്റ്ലർ നമ്മളുടെ ജർമ്മനി തിരിച്ചു നമ്മൾ കൊണ്ടുവരും. ഒരു സ്ട്രോങ് നേഷനായിട്ട് അതിനെ നമ്മൾ പണിതുയർത്തും. വേഴ്സലി ട്രീറ്റിൽ വന്നിട്ടുള്ള ഇൻജസ്റ്റിസിനെ നമ്മൾ പ്രതികാരം ചെയ്യും. അതിൻ്റെ ജർമ്മനിയുടെ ഡിഗ്നിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കും എന്ന് പറയുന്ന ഒരു ഉറപ്പ് അവിടുത്തെ സാധാരണ ജനങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. യുവജനങ്ങൾക്ക് വലിയൊരു ഫ്യൂച്ചർ അദ്ദേഹം ഈ പറയുന്ന ഉറപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസും ഈ പറയുന്ന ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ പലപ്പോഴായിട്ട് ചെയ്യുന്ന ഫോറിൻ കോൺസ്പിറസീസിനെ അതിനെ റെസിസ്റ്റ് ചെയ്ത് നമ്മുടെ ആത്മാഭിമാനവും നമ്മുടെ ഈ പരമാധികാരവും നമ്മൾ കാത്തു സൂക്ഷിക്കും എന്നൊക്കെ അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ്. ഇതിലൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് പുറകെ വരികയാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ശൈലി എന്ന് പറയുന്നത് വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ മാസ് മൊബിലൈസേഷൻ, അതിഭീകരമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നിടത്ത് വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള സ്പീച്ചസ് നടത്തിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതിഭീകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് പൊളിറ്റിക്സിനെ മാറ്റുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. ഇതിനെ ഒരു റിച്വലായിട്ട് അല്ലെങ്കിൽ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു വ്യൂ ആയിട്ട് അദ്ദേഹം അതിനെ ക്രിയേറ്റ് ചെയ്തു. വളരെ മാസീവായിട്ടുള്ള റാലീസ്, പബ്ലിക് മീറ്റിംഗ്സ് ഇതൊക്കെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വളരെ റെഡ് ബാനറിൽ സ്വസ്തിക എന്ന് പറയുന്ന ഒരു സിമ്പിള് ആര്യൻ ദേശീയതയുടെ അല്ലെങ്കിൽ ആര്യൻ വംശീയതയുടെ പ്രതീകമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. നാസി സല്യൂട്ട് എന്ന് പറയുന്ന ഒരു സല്യൂട്ട് ഇറ്റാലിയൻ ബെനിറ്റോ മുസോളിനിയുടെ ആ ഒരു രീതിയിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കുകയാണ്. പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ സല്യൂട്ടാണത്. അതുപോലെ തന്നെ ഒരു റിച്വലൈസ്ഡ് അപ്ലോഷൻ, അതായത് ഇവര് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടവേളകളിൽ കൈയിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ ഈ പറയുന്ന അതിഭീകരമായിട്ടുള്ള ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള മാസ് മൊബിലൈസേഷന് ഒരു വലിയ പ്രചാരം കൊടുക്കുകയാണ്. ഹിറ്റ്ലറിനെ അവിടുത്തെ ജനങ്ങൾ ഒരു സേവിയറായിട്ട് കാണുകയാണ്. ഹിറ്റ്ലറിനെ അവിടെ മെസ്സയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിയർ എന്നാണ് അർത്ഥം.
തകർന്നു കിടക്കുന്ന ഇക്കോണമിയും പൊളിറ്റിക്കൽ ക്രൈസിസിനെയും സാമൂഹിക വിഷയങ്ങളെയൊക്കെ പുനരുദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ജർമ്മനിയുടെ രക്ഷകനായിട്ട് അവതരിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ് സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. സാധാരണ ജനങ്ങളുടെ, ജർമ്മൻകാരുടെ പ്രൈഡ് അല്ലെങ്കിൽ ഡിഗ്നിറ്റിയെയും ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ അത്യന്താപേക്ഷിതമായിട്ട് ഭരണതലത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു കൺസേൺസ് ഈ ജർമ്മനിയിലുടനീളം ഉടലെടുക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു വളർച്ച ഈ ജർമ്മനിയിലെ ഡെമോക്രസിയെ ബാധിച്ചതെന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ വലിയ ഒരു ശക്തിയായിട്ട് 1932 ഈ നാസി പാർട്ടി ഇവരുടെ പാർലമെന്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ ഹിറ്റ്ലർ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. 1933 അദ്ദേഹം വലിയൊരു മാർച്ച് അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് നടത്തുകയും പ്രസിഡന്റ് ഹിൻഡൻബർഗ് ഗത്യന്തരമില്ലാതെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ നാസി പാർട്ടിയുടെ നേതാവായിരുന്ന ഹിറ്റ്ലറിനെ തന്റെ ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂട്ടുള്ള ഒരു സ്ഥാനമാണ്. ഇദ്ദേഹത്തിന് അതിഭീകരമായിട്ടുള്ള ഒരു വലിയ കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള റൈറ്റ് വിങ്ങിന്റെ വലിയൊരു സപ്പോർട്ട് അവിടെ ലഭിക്കുകയാണ്. ഇദ്ദേഹം എത്തിയതിനു ശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ഈ ഒരു ഡെമോക്രസിയോടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ ജർമ്മനിയിൽ രൂപപ്പെട്ടതെന്നുള്ളത്. ഇവിടെ ഒരു ഡെമോക്രസിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ നമ്മളുടെ ഹിറ്റ്ലർ നടത്തുകയാണ്. കാരണം അവിടെ ജനങ്ങൾ അതിന് സപ്പോർട്ടുമാണ്. കാരണം നമ്മൾ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഇൻസ്റ്റബിലിറ്റി ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 1933 ഫെബ്രുവരിയിൽ തന്നെ സാമാന്യ സിവിക് റൈറ്റ്സ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. ഫയർ ഡിഗ്രി എന്ന് പറയുന്ന ഡിഗ്രി അനുസരിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ച്, പ്രസ്, അസംബ്ലി തുടങ്ങുന്ന വെയ്മാർ ഡെമോക്രസി മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള റൈറ്റ്സ് എല്ലാം അദ്ദേഹം എടുത്തു കളയുകയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും പലരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡ്യൂസൽഡോർഫ് എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം 1440ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി എനേബിളിംഗ് ആക്ട് ആണ് 1933, അധികം വൈകാതെ തൊട്ടടുത്ത മാസം മാർച്ച് 3 അദ്ദേഹം എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. പാർലമെന്റിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഹിറ്റ്ലറിന് ഒരു വലിയ അപ്രമാദിത്യമായിട്ടുള്ള ഒരു അവകാശം ലഭിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ മറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റീസും ബാൻ ചെയ്യപ്പെട്ടു. നാസി പാർട്ടിക്ക് മാത്രമാണ് അവിടെ ഒരു പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നത്. നാസി പാർട്ടി ഇക്കോണമി, മീഡിയ, ആർമി, ജുഡീഷ്യറി തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം വലിയൊരു ഡിക്റ്റേറ്റർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഹിറ്റ്ലർ ചെയ്യുന്ന ഒരു കാര്യം സ്പെഷ്യൽ നാസി സെക്യൂരിറ്റി ഫോഴ്സസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗുസ്താപ്പോ വളരെയധികം ഇൻഫേമസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് സ്റ്റേറ്റ് പോലീസാണ്. അതുകൂടാതെ SS എന്ന് പറയപ്പെടുന്ന പ്രൊട്ടക്ഷൻ ഗാർഡ്സ്, ക്രിമിനൽ പോലീസ്, സെക്യൂരിറ്റി സർവീസ് SD എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതുകൂടാതെ റെഗുലർ ആയിട്ടുള്ള പോലീസും സ്റ്റോം ട്രൂപ്പേഴ്സും വേറെയുണ്ട്. ഇങ്ങനെയുള്ള ചില ഫോഴ്സസിനെ പ്രത്യേകം ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പവേഴ്സ് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന പല ഫോഴ്സസിനും കോൺസ്റ്റിറ്റ്യൂഷന് വെളിയിൽ, അതായത് വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷന് വെളിയിലുള്ള അവകാശങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ നാസി പാർട്ടിയാണ് ഏക പാർട്ടി, ബാക്കിയെല്ലാം ബാൻ ചെയ്യപ്പെടുകയാണ്. ഹിറ്റ്ലറിന് അതിഭീകരമായിട്ടുള്ള സപ്പോർട്ട് ജനങ്ങൾക്കിടയിലുണ്ട്. ഇവിടെ ഇവരുടെ അതോറിറ്റി ചെക്ക് ചെയ്യാൻ പോലും ഒരു ഗ്രൂപ്പില്ല. അങ്ങനെ ഒരു ക്രിമിനൽ റെജീമിലേക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ നിയമവാഴ്ച ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ജർമ്മനി കൂപ്പുകുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ജനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് പലതരത്തിലുള്ള ഒരു ഫിയറിലൂടെയാണ്, അതായത് ഈ ഭയം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഗുസ്റ്റാപ്പോസ് എന്ന് പറയുന്ന സീക്രട്ട് പോലീസിന്റെ ടോർച്ചർ ചേമ്പേഴ്സ് വളരെ ഇൻഫേമസ് ആയിരുന്നു. അതുകൂടാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഈ അറസ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീഗൽ പ്രൊസീജിയർ ഇല്ലാതെ അവരെ ഡിറ്റെയിൻ ചെയ്യുക തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിനും നാസി പാർട്ടിക്കും ഇതിനായിട്ട് ഒരു പ്രതിഷേധ സ്വരമോ അല്ലെങ്കിൽ എതിർ സ്വരമോ അവിടെ വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നാസി പാർട്ടിക്ക് എനേബിളിംഗ് ആക്ടിന് ശേഷം അതിഭീകരമായിട്ടുള്ള ഒരു പവറാണ് ലഭിക്കുന്നത്. നാസി സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഫോഴ്സസിന് എന്ത് ചെയ്യാനുമുള്ള ഒരു അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളും കൊടുക്കുകയാണ്. അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി, അവരുടെ ആക്ഷൻസ് ഒന്നുമില്ല. ആരെ വേണമെങ്കിലും കൊല്ലാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു ടെറർ റെജീമാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഇനിയുള്ള ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ജർമ്മനിയെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ഏർപ്പെടുന്നത്. ഇനി ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ജർമ്മനി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് അത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു.